എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന അലിഗേറ്റർ ക്ലിപ്പാണ്. അതിനുവേണ്ടി അക്രാലിക് ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക, അതിലേക്ക് ഫ്ലവർ ഫിക്സ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു 4 ഫ്ലവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 4 ഫ്ലവർ ചെയ്ത് എടുത്ത് വയ്ക്കുക. ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യം ചെയ്തിട്ട് ഒന്ന് അറിയാതെ എൻ്റെ കയ്യിൽ നിന്നൊരു കട്ട് പറ്റി അത് ഇളകി പോയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. 4 എണ്ണം ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഹെയർ ക്ലിപ്പ് കുറച്ചുകൂടെ വലിപ്പം വേണമെങ്കിൽ അതനുസരിച്ച് ഫ്ലവേഴ്സിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം. ഈ സെൻറ്ററിലുള്ളത് ഒരു 3 എണ്ണം വയ്ക്കുക, സൈഡിൽ 2 എണ്ണം കൊടുക്കുക, 2 സൈഡിലും 2 എണ്ണം വീതം കൊടുക്കുക. അങ്ങനെയും ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഞാനിത് ഹാങ്ങിങ്സ് കൊടുക്കുന്നുണ്ട്. ഒരു 3 സ്ട്രിങ് നമ്മളെ ബീഡ്സ് ഇങ്ങനെ കോർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടി വൈറ്റ് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വൈറ്റ് ക്രിസ്റ്റൽ എടുത്തിട്ടുണ്ട്. പിന്നെ സെയിം ഫ്ലവറിൻ്റെ സെയിം കളറിലുള്ള കുഞ്ഞ് ക്രിസ്റ്റൽ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ മിക്സ് ചെയ്ത് ഞാൻ കോർത്തെടുക്കുകയാണ് കേട്ടോ. കോർത്തെടുക്കുന്നത് നിങ്ങൾക്ക് ത്രെഡിലോ എന്തിൽ വേണോ നിങ്ങൾക്ക് കോർത്തെടുക്കാം കേട്ടോ. ത്രെഡ് കോർക്കുമ്പോൾ ശ്രദ്ധിച്ച് കോർത്തെടുക്കുക. നമ്മൾ കോർക്കുന്നതെല്ലാം 3 ഒരുപോലെയാണെങ്കിൽ ഒരേ ലെങ്തിലും ഒരേ അതായത് ബീഡ്സ് മിക്സ് ചെയ്യുന്നതെല്ലാം ഒരേപോലെ ആണെങ്കിൽ അത് കാണാനൊരു പ്രത്യേക ഭംഗിയായിരിക്കും. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതിൽ ഒത്തിരി സമയം അങ്ങ് ചെയ്തെടുക്കാനൊന്നുമില്ല. ഈ 3 സ്ട്രിങ് ബീഡ്സ് കോർത്തെടുക്കണം. കാരണം ഞാനെടുത്ത പർപ്പിൾ കളർ കുറച്ചൊരു ചെറുതായിരുന്നു. അത് ഒന്ന് കോർത്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ട് ഇതാണെന്ന് പറയുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റിയായിരുന്നു കേട്ടോ. ഈ ബീഡ്സ് കോർത്തെടുക്കുക, ഇത് മാത്രമാണ്. ബാക്കിയെന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. നമുക്ക് ഈ കോർക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം ഫ്ലവർ ഒട്ടിച്ച് കഴിഞ്ഞു ബീഡ്സ് കോർക്കുക, അതിനെ ഒന്ന് ടൈ ചെയ്യുക, പുറകിലേക്ക് അറ്റാച്ച് ചെയ്യുക, അലിഗേറ്റർ ക്ലിപ്പ് കൊടുക്കുക. ഇതാണ് സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു നീളത്തിൽ അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇനി ബാക്കിയുള്ളതും അതുപോലെ ഈ ഒരു മിക്സിങ്ങിൽ വേണം എടുക്കാൻ. ബീഡ്സ് കൊടുക്കുന്നത് പർപ്പിൾ, വൈറ്റ്, ക്രിസ്റ്റൽ അങ്ങനെയാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ 3 സ്ട്രിങ് കോർത്തെടുക്കുക. ഞാനത് 3ഉം കോർത്തെടുത്തതിന് ശേഷം ഞാനിത് നമ്മൾക്ക് ഒരു സൈഡ് നമുക്ക് ഒരു എഡ്ജ് നമുക്ക് ടൈ ചെയ്തെടുക്കണമല്ലോ. ഞാൻ ഗിയർ വയറിലാണ് ഇത് കോർത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ത്രെഡ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ എഡ്ജിൽ ഞാൻ ഗിയർ ലോക്ക് കൊടുത്തിട്ടാണ് അതിനെ ലോക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഗിയർ ലോക്ക് അതിനകത്തേക്ക് ഇടുക, ഒന്ന് പ്ലെയർ കൊണ്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബീഡ്സ് ഒന്നും ഇളകി പോകത്തില്ല. അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ത്രെഡ് ആയിരുന്നെങ്കിൽ നമുക്കൊന്ന് ടൈ ചെയ്ത് വെക്കാമായിരുന്നു. ഗിയർ വയർ ടൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇളകി വരും. അതുകൊണ്ടാണ് ടൈ ചെയ്യാതെ ഗിയർ ലോക്ക് ഇട്ടത്. അപ്പോൾ ഞാൻ 3ഉം അങ്ങനെ ഇട്ടതിന് ശേഷം എഡ്ജിൽ നമ്മളെ ബാലൻസ് ഒന്ന് ത്രെഡ് കട്ട് ചെയ്ത് മാറ്റി. കണ്ടോ, ഇതുപോലെ നല്ല ചേർത്ത് കട്ട് ചെയ്ത് മാറ്റി. ഇതുപോലെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. 3 സ്ട്രിങ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്കിത് ഫ്ലവറിലേക്ക് അറ്റാച്ച് ചെയ്യുക. ഇപ്പോൾ ശരിക്കും ആ ഒരു വൈറ്റ് കളറും ക്രിസ്റ്റലും ഒക്കെ വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായി കഴിഞ്ഞു. ഇനി അടുത്ത് ഞാൻ അലിഗേറ്റർ ക്ലിപ്പ് ഒന്ന് കവർ ചെയ്ത് എടുക്കുകയാണ്. അലിഗേറ്റർ ക്ലിപ്പ് കവർ ചെയ്യാനായിട്ട് എൻ്റെ ഒരു ചെറിയ സാറ്റിൻ റിബൺ ഇല്ല. അതുകൊണ്ട് ഇതേ വീതിയുള്ളതിനെ ഞാനൊന്ന് കട്ട് ചെയ്ത് ആവശ്യത്തിന് ലെങ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ സൈഡൊന്ന് ഉരുക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിലില്ല എങ്കിൽ പേടിക്കേണ്ട. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഉരുക്കിയെടുക്കാം. നമുക്ക് എത്ര ഒരു വലിപ്പം വേണം, ഒരു വീതി വേണം, 1 ഇഞ്ചോ അല്ലെങ്കിൽ നമുക്ക് 0.3 mm അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. സൈഡൊക്കെ നന്നായിട്ട് ഉരുക്കിയെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ നൂല് വിട്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അലിഗേറ്റർ ക്ലിപ്പിൽ ഗ്ലൂ ഗൺ ആണെങ്കിൽ ഗ്ലൂ ഗൺ, ഇപ്പം ഞാൻ മേടിച്ച ഗ്ലൂ ഗൺ ഗ്ലൂ പെട്ടെന്ന് ഇളകി വരുന്നു. അതുകൊണ്ടാണ് ഞാൻ B7000 ഗ്ലൂ കൊടുത്തത് കേട്ടോ. കാരണം അത് ഒട്ടിച്ച് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ഇളകി വരുന്നു. ഗ്ലൂ സ്റ്റിക്കിൻ്റെ കുഴപ്പമായിരിക്കാം. അതുകൊണ്ട് ഞാൻ B7000 ഗ്ലൂ ആണ് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് അപ്ലൈ ചെയ്യുക. സ്ഥിരം ചെയ്യുന്നതാണ് ഇതൊക്കെ, നിങ്ങൾക്ക് അറിയാം. എന്നാലും ഒന്നും കൂടെ പറയുന്നതേ ഉള്ളൂ. അപ്ലൈ ചെയ്യുക, തിരിച്ചൊന്ന് ഫോൾഡ് ചെയ്യുക. എപ്പോഴും പ്രസ് ചെയ്യുന്ന ഭാഗത്ത് മാത്രം അകത്തേക്ക് നമ്മൾ കയറ്റി നല്ല കറക്റ്റാക്കിയതിന് ശേഷം അത് അടുത്ത സ്റ്റെപ്പ് ചെയ്യുക. ഇനി അതിന് അകത്തേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഫോൾഡ് ചെയ്ത് ജസ്റ്റ് സൈഡ് നമ്മൾ ഒന്ന് ഉരുക്കി കട്ട് ചെയ്ത് മാറ്റുക. എപ്പോഴും നമ്മൾ കട്ട് ചെയ്തിട്ട് അത് ഒന്ന് ഉരുക്കി വിടാൻ മറക്കരുത്. കാരണം ത്രെഡ് ഇളകി വരും. അതാ. അപ്പോൾ ഇനി അടുത്ത ഘട്ടവും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാം കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയൊരു ഫെൽറ്റ് ഷീറ്റ് നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് ഓരോ സ്റ്റോൺസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റോൺസാണ് എന്താണ്, നിങ്ങൾക്ക് ബീഡ്സ് വേണമെങ്കിൽ ബീഡ്സ് വയ്ക്കാം, സ്റ്റോൺസ് വേണമെങ്കിൽ സ്റ്റോൺസ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോൺസ് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. ഒന്ന് ജസ്റ്റ് കറക്റ്റ് ഷേപ്പിലൊന്ന് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഈ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ വൈറ്റ് പുറത്ത് കാണുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ലൈറ്റർ വെച്ച് ഉരുക്കി കൊടുത്താൽ മാത്രം മതി. കാരണം ഇത് പെട്ടെന്ന് അങ്ങ് ഉരുകി പൊക്കോളും. പിന്നെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളെ ഈ ബീഡ്സിലോ അല്ലെങ്കിൽ വേറെ ഒന്നിലും ഉരുകാത്ത രീതിയിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി.
ഒന്ന് കട്ട് ചെയ്ത് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കാരണം ഒന്ന് ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ നല്ലതാണ്. ഇത് പൂർണ്ണമായിട്ടും ഡ്രൈ ആയിട്ടില്ല, കാരണം നമ്മൾ ഇടയ്ക്കല്ലേ ചെയ്ത് വെച്ചത്. അതുകൊണ്ട് പുറകിൽ ഞാൻ വേറെ ഫെൽറ്റ് ഷീറ്റ് ഒന്നൊരു ലെങ്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 3 സ്ട്രിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി ചേർത്ത് ടൈ ചെയ്യരുത്. നമ്മൾ ടൈ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ. കാരണം നമുക്ക് പുറകിൽ അറ്റാച്ച് ചെയ്യണം. ആ അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞിട്ട് വേണം അത്രയും നമ്മൾ ടൈറ്റായിട്ട് ചെയ്ത് വയ്ക്കാനായിട്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും. കണ്ടോ, ദേ ഈ ഒരു ഗ്യാപ്പ് നമ്മളെപ്പോഴും കൊടുക്കണം. അതിനുശേഷം പുറകിലും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് വെച്ച് പ്രസ് ചെയ്തതിന് ശേഷം ഫെൽറ്റ് ഷീറ്റും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും, അത് ഇളകി വരത്തില്ല. പിന്നെ ഇതുപോലെ നല്ല നീറ്റായിട്ട് വിടർത്തി 3 തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമ്മൾ ഹെയറിൽ വെക്കുമ്പോഴും 3 ലെയറായിട്ട് തന്നെ കിടക്കും. അല്ലെങ്കിൽ 3 കൂടെ ഒരുമിച്ച് നിൽക്കും. അതുകൊണ്ടാണ്. ഇനി പുറകിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനുശേഷം അലിഗേറ്റർ ക്ലിപ്പ് പ്രസ് ചെയ്യുക. അതുകൂടെ നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ബീഡ്സ് 3 സ്ട്രിങ് കോർത്തെടുക്കാനുള്ള സമയമുള്ളൂ, അല്ലാതെ വേറെ ഒരു പണിയും നമ്മൾ ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തതാണ്. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ചെയ്യാം.